Good morning. Today going to talk about entrepreneurship during post-independence. ഇന്നൊവേഷൻ ആൻഡ് ഓണ്ടർപ്രണർഷിപ്പ് എന്നൊരു സബ്ജക്റ്റിലെ യൂണിറ്റ് 3 പാർട്ട് 2 ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇൻഡിപെൻഡൻസിന് ശേഷം ഓണ്ടർപ്രണർഷിപ്പ് എങ്ങനെയാണ് ഡെവലപ്പ് ചെയ്ത് വന്നിട്ടുള്ളത്. 1948 Indian government came forward with the first industrial policy which was revised from time to time. 1948 ശേഷമാണ് ഫസ്റ്റ് ഇൻഡസ്ട്രിയൽ പോളിസി കൊണ്ടുവരുന്നത്. അത് ടൈം ടു ടൈമിൽ റിവൈസ് ചെയ്യുന്നുണ്ട്. മെയിനായിട്ട് അവർ കൺട്രി ഡെവലപ്മെൻറ്റിന് വേണ്ടി ചെയ്തത് the government took 3 important measures to maintain proper distribution of economic power between private and public sector. എല്ലാതും നമുക്ക് പബ്ലിക് സെക്ടറിൽ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പോൾ പ്രൈവറ്റും പബ്ലിക്കും കൂടി സ്റ്റാർട്ട് ചെയ്യാം. ടു എൻകറേജ് ദ ഇൻഡസ്ട്രിയലൈസേഷൻ ഫോർ എക്സിസ്റ്റിംഗ് സെൻറ്റേഴ്സ് ടു അതർ സിറ്റീസ്, ടൗൺസ്, വില്ലേജസ്. പിന്നെ ഓൾറെഡി ഉണ്ടായിരുന്ന ചില സെൻറ്ററുകൾ ബോംബെ, കൽക്കട്ട, ചെന്നൈ എന്നുള്ള സ്ഥലങ്ങളിൽ, മദ്രാസ് എന്നുള്ള സ്ഥലങ്ങളിലൊക്കെ ഉണ്ടായിരുന്ന സെൻറ്റേഴ്സ്, ഇൻഡസ്ട്രിയൽ സെൻറ്റേഴ്സിനെ നമ്മൾ മറ്റുള്ള ടൗണിലേക്ക്, വില്ലേജിലൊക്കെ ആയിട്ട് സ്പ്രെഡ് ചെയ്യാനായിട്ട് തുടങ്ങി. ടു ഡിസമിനേറ്റ് ദ ഓണ്ടർപ്രണർഷിപ്പ് അക്യൂമെൻ കോൺസെൻട്രേറ്റഡ് ഇൻ ദ ഡോമിനൻറ്റ് കമ്മ്യൂണിറ്റി ടു ലാർജ് നമ്പർ ഓഫ് ഇൻഡസ്ട്രിയലി പൊട്ടൻഷ്യൽ പീപ്പിൾ ഓഫ് വാരിയഡ് സോഷ്യൽ സ്റ്റേറ്റ്. പിന്നെ അതായത് ഇൻഡസ്ട്രിയൽഷിപ്പിന്, ഓണ്ടർപ്രണർഷിപ്പിന് കഴിവുള്ള ആൾക്കാരെ എന്ത് ചെയ്യാണ്, പല സ്ഥലങ്ങളിലേക്കായിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനായിട്ട്, ഡിസമിനേറ്റ് ചെയ്തിട്ട് അവിടെയൊക്കെ ഇൻഡസ്ട്രീസ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് തുടങ്ങി. Then to achieve this, government accorded emphasis on development of small scale industry. ഇത് നമ്മൾ ഗവൺമെൻറ് സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസ് തുടങ്ങാനായിട്ട് ഹെൽപ്പ് ചെയ്തു. അതിന് വേരിയസ് ഇൻസെൻറ്റീവ്സും കൺസെഷൻസൊക്കെ നമ്മൾ ക്യാപിറ്റലായിട്ടും ടെക്നോളജിക്കൽ നോഹാവായിട്ടൊക്കെ ഗവൺമെൻറ് പ്രൊവൈഡ് ചെയ്യാനായിട്ട് തുടങ്ങി. അപ്പോൾ ഓണ്ടർപ്രണേഴ്സ് ഇൻ ദ പൊട്ടൻഷ്യൽ ഏരിയാസ് ടു റിമൂവ് ദ റീജിയൻ ഇംബാലൻസ് ആൻഡ് ഡെവലപ്മെൻറ്റ്. ഇത് പല റീജിയൻ ഇംബാലൻസ് ഇല്ലാതെ എല്ലായിടത്തും ഒരേപോലെ തന്നെ ഡെവലപ്മെൻറ്റും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നു. ദെൻ ഗവൺമെൻറ് എസ്റ്റാബ്ലിഷ് സെവറൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ലൈക്ക് ഡയറക്ടേഴ്സ് ഓഫ് ഇൻഡസ്ട്രീസ്, ഫിനാൻഷ്യൽ കോർപ്പറേഷൻസ്, സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസ് കോർപ്പറേഷൻ, സ്മോൾ ബിസിനസ് ഇൻഡസ്ട്രീസ്, അങ്ങനെയുള്ള ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂഷൻസ് അവർ സ്റ്റാർട്ട് ചെയ്തു ഈ ഇൻഡസ്ട്രി ഡെവലപ്മെൻറ്റിന് വേണ്ടി. വിത്ത് ഇൻവെൻഷൻ ഓഫ് ഡിജിറ്റൽ കമ്പ്യൂട്ടർ ഇൻഫോർമേഷൻ ടെക്നോളജി ഇറ സ്റ്റാർട്ട് 1970. 1970 ആയപ്പോഴേക്കും ഇൻഫോർമേഷൻ ടെക്നോളജി ഡെവലപ്പ് ചെയ്തു, ഡിജിറ്റൽ കമ്പ്യൂട്ടർ ഡെവലപ്പ് ചെയ്തു തുടങ്ങി. അപ്പോൾ പുതിയ ഓപ്പർച്യൂണിറ്റി, പൈനിയേഴ്സ് ഇൻ ദ ഇന്ത്യ ഫീൽഡ് ദ സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റ് ക്രിയേറ്റഡ് ന്യൂ ഓപ്പർച്യൂണിറ്റീസ് ആൻഡ് സർവീസ് ഇൻഡസ്ട്രീസ് സ്റ്റാർട്ടഡ് ഗ്രോയിങ് ഫാസ്റ്റർ ദാൻ മാനുഫാക്ചറിങ് ഇൻഡസ്ട്രി ആഫ്റ്റർ 1980. 1980 ആകുമ്പോഴേക്കും മുന്നുണ്ടായതിനേക്കാളും കൂടുതൽ ഡെവലപ്മെൻറ്റ് കൊണ്ടുവരാനായിട്ട് തുടങ്ങി. ഇനി ഓണ്ടർപ്രണറൽ ഗ്രോത്ത് ഇൻ ഡിഫറെൻറ്റ് കമ്മ്യൂണിറ്റി, പല കമ്മ്യൂണിറ്റിയിലും ഓണ്ടർപ്രണറൽ ഗ്രോത്ത് ഉണ്ടായിട്ടുണ്ട്. നമുക്ക് കേട്ടുപരിചയമുള്ള കുറേ കമ്മ്യൂണിറ്റീസ് ഇതേപോലെ ചില കാര്യങ്ങൾക്കൊക്കെ നമ്മൾ ഇന്ന കമ്മ്യൂണിറ്റി എന്നുള്ളത് നമ്മൾ കേട്ടിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള ചില കമ്മ്യൂണിറ്റീസ് കൂടുതലായിട്ടും ചില ഏരിയാസിലെ ഡെവലപ്മെൻറ്റ് കൂടുതലായിട്ട് കൊണ്ടുവരാൻ തുടങ്ങി. മാർവാറി, ഗുജറാത്തി, പാഴ്സി കമ്മ്യൂണിറ്റീസ് ഡോമിനൻറ്റ് ബിസിനസ് കമ്മ്യൂണിറ്റീസ് ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ ഡോമിനൻറ്റ് ബിസിനസ് കമ്മ്യൂണിറ്റീസ് ആയിരുന്നു. പാഴ്സീസ് ഹാവ് എ ഓണ്ടർപ്രണറൽ ഹാൻഡ്ലിംഗ് ബിഗ് ഇൻഡസ്ട്രീസ്. പാഴ്സീസ് ആണ് ബിഗ് ഇൻഡസ്ട്രീസ് ഹാൻഡിൽ ചെയ്യാനായിട്ട് ഏബിൾ ആയിട്ടുണ്ടായിരുന്നത്. വൈൽ ഗുജറാത്തീസ് വർ ട്രഡീഷണലി ട്രേഡേഴ്സ്. അവർ ഗുജറാത്തീസ് എന്ന് പറഞ്ഞാൽ ട്രഡീഷണൽ ട്രേഡേഴ്സ് ആയിരുന്നു. ദെൻ ത്രൂ ദ പാഴ്സീസ് സ്മോൾ നമ്പർ ദേ ഓണ്ടർപ്രണറൽ കോൺട്രിബ്യൂഷൻ ടു ദ കൺട്രി വെരി ലാർജ്. അവർ പാഴ്സീസ് കമ്പാരിറ്റീവ്ലി ചെറിയ നമ്പർ ആയിരുന്നുവെങ്കിലും എന്ത് ചെയ്യുന്നു, അത് വളരെയധികം കോൺട്രിബ്യൂഷൻ ചെയ്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെയുള്ള ഓരോ കമ്മ്യൂണിറ്റീസും, അത് മാർവാറീസ് രാജസ്ഥാൻ മൈഗ്രേറ്റഡ്, അവർ മാർവാറീസ് എല്ലായിടത്തും മൈഗ്രേറ്റ് ചെയ്തു. ചെട്ടിയാസ് സൗത്ത് ആൻഡ് പാർട്സ് ഓഫ് ദ ഇന്ത്യ വർ മച്ച് ബിഗർ ദാൻ മാർവാറീസിന് കൂടുതലുണ്ടായിരുന്നതാണ് ചെട്ടിയന്മാർ. അവരിതുപോലെ തന്നെ ഡെവലപ്പ് ചെയ്ത് ഓരോ ഏരിയയിലേക്കൊക്കെ കവർ ചെയ്തു. ഇനി പല കമ്മ്യൂണിറ്റീസും ഓണ്ടർപ്രണർ ഡെവലപ്മെൻറ്റിന് വേണ്ടി കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ളതാണ് മെയിനായിട്ട് നമ്മൾ നോക്കുന്നത്. അതിൽ ഫസ്റ്റ് കമ്മ്യൂണിറ്റിയാണ് സിന്ധി കമ്മ്യൂണിറ്റി. സിന്ധീസ് ഹെയിൽ ഫ്രം സിന്ധി പ്രാന്ത്. പ്രാന്തിൽ നിന്ന്, സിന്ധു നദീതടത്തു നിന്നൊക്കെയാണ് ഇവർ ഡെവലപ്പ് ചെയ്ത് വന്നിട്ടുള്ളത്. വിച്ച് ഈസ് പ്രസൻ്റ്ലി ലൊക്കേറ്റഡ് ഇൻ പാകിസ്ഥാൻ. നമുക്കറിയാം ഇത് പാകിസ്ഥാനിലാണ് ഇപ്പോൾ ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളത്. 1947 ഇന്ത്യ പാകിസ്ഥാൻ പാർട്ടീഷൻ, ദിസ് കമ്മ്യൂണിറ്റി സ്ട്രഗിൾഡ് എ ലോട്ട്. അവർ പാർട്ടീഷന് ശേഷമാണ്, ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ പാർട്ടീഷൻ നടത്തിയതിന് ശേഷമാണ് അവർ പാകിസ്ഥാനിലേക്ക് പോയത്. ദെയർ പോപ്പുലേഷൻ ഇന്ത്യ ഹാസ് അപ്രോക്സിമേറ്റ്ലി 3.5 മില്യൺ. 3.5 മില്യൺ പോപ്പുലേഷൻ ഉണ്ടായിരുന്നു. ഹാർഡ് വർക്കിംഗ്, കമ്മിറ്റഡ് ഫോർ സിന്ധിയാറ്റ് കൾച്ചർ. അവർ നല്ല ഹാർഡ് വർക്കിംഗ് ആണ്, വെരി അഡോപ്റ്റീവ് ആണ്, ഇൻ്റർമിങ്കിൾ ആണ്, നന്നായി മിങ്കിൾ ചെയ്യുന്ന ആൾക്കാരാണ്, പീസ് ലവിങ് ആണ്.
റീസൈലൻസ് ആൻഡ് ആക്സെപ്റ്റ് ദെയർ കൾച്ചർ ഈസിലി. മറ്റുള്ള കൾച്ചേഴ്സൊക്കെ ആക്സെപ്റ്റ് ചെയ്യാനായിട്ട് താല്പര്യമുള്ള ആൾക്കാരൊക്കെ ആയിരുന്നു. ഡയസ്പോറിക് അക്രോസ്, പിന്നീട് അവർ എല്ലാ ഭാഗത്തേക്കും സ്പ്രെഡ് ചെയ്തു. കൺട്രിയുടെ എല്ലാ ഭാഗത്തേക്കും, ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തേക്കും തന്നെ അവർ സ്പ്രെഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവർ 3 പ്രൊപ്പോസിഷൻസ് ആണ് അവർ ഫോളോ ചെയ്യുന്ന 3 സിദ്ധാന്തങ്ങളായിരുന്നു. സിന്ധി നിരങ്കരി, ഹിന്ദു സിന്ധീസ്, സിന്ധീസ് ഹു റിമൈൻഡ് ഇൻ പാകിസ്ഥാൻ ആൻഡ് ഹു അഡോപ്റ്റഡിസം. അതായത് നിരങ്കരി എന്ന് പറയുന്നൊരു ടീമുണ്ടായിരുന്നു, ഹിന്ദു സിന്ധീസ് ഉണ്ടായിരുന്നു. അതാണ് നമ്മുടെ അവിടെയുള്ള ഹിന്ദുക്കൾ, നല്ല അധികം നമ്മുടെ അവിടെ കാണുന്ന ഹിന്ദുക്കൾ. അതുപോലെ തന്നെ പാകിസ്ഥാനിൽ കാണുന്ന സിന്ധീസ്. ഈ സിന്ധി വാല്യൂ ഫോർ എഡ്യൂക്കേഷൻ, ഹാർഡ് വർക്ക് ആൻഡ് റിലീജിയൻ. അവരുടേതായിട്ടുള്ള മതവിശ്വാസങ്ങൾ, നല്ല ഹാർഡ് വർക്കിംഗ് ആണ്, പഠിക്കാനായിട്ട് താല്പര്യമുള്ള പണ്ഡിതന്മാരായിട്ടുള്ള ആൾക്കാർ. അതായത് ഈ രാമായണ, മഹാഭാരതം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പഠിക്കുകയൊക്കെ ചെയ്തിരുന്ന ആൾക്കാർ. ദേ ഗോയിങ് ടു ഹോട്ടൽസ് ഫോർ ടേസ്റ്റിയർ ഫുഡ്. അവർ കൂടുതലായിട്ടും ഫുഡ് ഉണ്ടാക്കാൻ, നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഫുഡ് ഉണ്ടാക്കാൻ. അതുപോലെ തന്നെ ദേ ലവ് ദെയർ വെയർ ബ്യൂട്ടിഫുൾ ക്ലോത്ത്സ്. അവർ നല്ല നല്ല ഡ്രസ്സുകൾ അവർ നന്നായിട്ട് ധരിച്ചിരുന്നു, അവർ ഇഷ്ടപ്പെട്ടിരുന്നു. അതേപോലെ തന്നെ ദേ മോഡറേറ്റ്ലി പൊളിറ്റിക്കൽ ഫാമിലി ഓറിയൻറ്റഡ്, എംബ്രേസ് ഓൾ കൾച്ചേഴ്സ് ഈസിലി. അവരെല്ലാ കൾച്ചേഴ്സും പെട്ടെന്ന് തന്നെ എംബ്രേസ് ചെയ്യുന്ന ആൾക്കാരായിരുന്നു. സെൽഫ് റെസ്പെക്റ്റ് ഉള്ള ആൾക്കാരായിരുന്നു. പിന്നെ പേഴ്സണൽ ഫീലിങ്സ് ഓഫ് ലോസിങ് ദെയർ ഓൺ ബിലോങ്ങിങ്സ് ആൻഡ് വെൽത്ത് അറ്റ് സിന്ധീസ്. അവരുടേതായ സാധനങ്ങൾ സൂക്ഷിക്കുക, അത് വളർത്തിക്കൊണ്ടുവരിക, അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ വളരെയധികം ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്നത്. ദേ ഹാവ് ഇൻഫ്ലുവൻസ് മാർവാറീസ് എൻ്റർപ്രണർ, ഇക്കണോമിക്കൽ ആൻഡ് സേവിങ്. ലൈക്ക് പഞ്ചാബിയുടെ കൂടെ ഹാർഡ് വർക്കിംഗ് ആയിരുന്നു. മാർവാറീസിനെ പോലെ തന്നെ അവർ അതേപോലെ തന്നെ കാര്യങ്ങൾ, ഓൺട്രപ്രണർഷിപ്പും കാര്യങ്ങളും ഒക്കെ ചെയ്യാനായിട്ട് നല്ല താല്പര്യമുള്ള ആൾക്കാരൊക്കെ ആയിരുന്നു സിന്ധീസ് എന്ന് പറയുന്നത്. പിന്നീട് ഇതുപോലെയുള്ള ഓരോ കമ്മ്യൂണിറ്റീസ് ഡെവലപ്പ് ചെയ്ത് വരികയാണ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, താങ്ക് യു.